പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ മഴയത്തുള്ളൊരു വീഡിയോസ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെയുണ്ട്, കുറേ സ്ഥലത്തൊക്കെ ഹൈവേയിൽ ഫുള്ള് വെള്ളമൊക്കെയാണ്. അപ്പോൾ തൃശ്ശൂർ റീച്ച് കാര്യം എന്താണ് നോക്കാച്ചിറങ്ങിയ കേട്ടോ. പണ്ടത്തോടാണുള്ളത്. കാപ്പിരിക്കാട് കഴിഞ്ഞ് അണ്ടത്തോട് കയറാൻ വേണ്ടി കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ ഒന്ന് ഒതുങ്ങിയ സമയത്ത് വന്നിട്ട് ഒന്ന് വീഡിയോസ് എടുത്താട്ടോ. എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാച്ചിട്ട്. ഇപ്പം എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. പക്ഷെ ഞാൻ യാത്ര ചെയ്ത് നോക്കിയിട്ടാ, ചാവക്കാട് വരെ യാത്ര ചെയ്ത് നോക്കി. പക്ഷെ മറ്റുള്ള റീച്ച് ചെയ്ത പോലെ ഒന്നല്ല. തൃശ്ശൂർ ഇതുവരെ കേട്ടാ, ചാവക്കാട് വരെ എന്തായാലും റോട്ടിലൊന്നും വെള്ളമില്ല. നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇനി വീഡിയോസിൽ കണ്ടു നോക്കി നോക്കിട്ടാ. വൈവിശ്രമം കേന്ദ്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അണ്ടത്തോട് അണ്ടർപാസിന് മേലിൽ കാണുന്ന കാഴ്ചട്ടാ. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല എഴുതിയിട്ടുണ്ട്, ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല കേട്ടാ. ഓപ്പണാക്കി അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു 99% വർക്ക് ചാവക്കാട് വരെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ മലപ്പുറം ബോർഡ് മുതൽ കാപ്പിരിക്കാട് മുതൽ ചാവക്കാട് വരെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ വലിയ താല്പര്യമില്ലാത്തത്. അതുകൊണ്ടാണ് എല്ലാ വർക്കും കഴിഞ്ഞുകൊണ്ട് ഒന്നും കാണിക്കാൻ പുതിയതായിട്ടുള്ള കാഴ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടാ. എല്ലാ വർക്കും കഴിഞ്ഞ് അവിടെ ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ വർക്ക് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞ് നേരെ അടിവശം കണ്ടില്ലേ, ഇതാണ് അണ്ടത്തോട് അണ്ടർപാസ് കിട്ടാം. എനിക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി മഴ നിന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴ ഇല്ല. എന്താ വെച്ചാൽ ഇത്ര നേരം നല്ല മഴയായിരുന്നു. ആ മഴ കുറഞ്ഞ സമയത്ത് നോക്കിയിട്ട് ഞാൻ വന്നതാട്ടാ. ഇപ്പം മഴ ഒന്നും പെയ്യുന്നില്ല. മഴ പെയ്താൽ ക്യാമറമൊക്കെ വെള്ളമായ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ബൈക്കുമല്ല പിന്നെ യാത്ര, പിന്നെ വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കിട്ടുമെന്ന് വിചാരിക്കുന്നു. മഴക്കാലത്തുള്ള ഒരു കാഴ്ചയാണ്. നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. മഴയൊന്നും ഒരു എന്താ പറയുക, മഴയത്ത് ഒരു സ്ലോ ആക്കണ പരിപാടി ഒന്നുമില്ല. ബ്രേക്കൊക്കെ പിടിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 100-120 സ്പീഡൊക്കെ പിടിച്ച് പോകുമ്പോൾ ഉള്ള സ്ഥിതി എന്താ വെച്ചാൽ ബ്രേക്ക് തീരെ കിട്ടില്ല. നോക്കിയാൽ സർവീസ് റോട്ടിൽ ആണ് ഈ കാണുന്നത്. തുള്ളി വെള്ളമില്ല ഈ ഭാഗത്തുനിന്നും. നല്ല മഴ പെയ്തിട്ട് വെള്ളമൊക്കെ എങ്ങോട്ടാണ് പോയി എന്നാണാവോ. നടപ്പാത കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും നടപ്പാത വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കട്ടെ. ഗ്രില്ലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നടപ്പാതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. ചില ഏരിയയിലൊക്കെ നല്ല ഒരു 5 അടിക്കൊക്കെ നടപ്പാത വിരിച്ചിട്ടുണ്ടാവും. ചില സ്ഥലത്ത് 4 അടി, 2 അടി, 3 അടി. ഇങ്ങനെയാണ് നടപ്പാതയുടെ കഥ. പല സ്ഥലത്ത് പല കോലാണ്. ഞാൻ ഇത്ര കാലം വീഡിയോസ് എടുത്തിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കൂടിയാണ് കേട്ടോ ഈ നടപ്പാത ഇങ്ങനെ ചെറുതാവുന്നു വലുതാവുന്നൊക്കെ. അതുപോലെ സർവീസ് റോഡ് ചെറുതാവുന്നു വലുതാവുന്നൊക്കെ. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എന്താ വെച്ചാൽ 45 മീറ്ററിലാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. 60 മീറ്റർ ആയിട്ട് 45 മീറ്റർ ആക്കി ചുരുക്കി. പക്ഷെ 45 മീറ്റർ വരുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണ്ടേ? പക്ഷേ അത് കാണുന്നില്ല. പല സ്ഥലത്തും പല ഇതാണ്. ചില സർവീസ് റോഡ് വീതി ഉണ്ടാവും, ചില സർവീസ് റോഡ് വീതി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചിലത്ത് നടപ്പാത വീതി ഉണ്ട്, ചിലത്ത് നടപ്പാത വീതി ഇല്ല. അപ്പം അതിനെ കുറിച്ച് അറിയുന്നവർ വിശദമായിട്ടൊരു കമൻ്റ് തന്നെ ഇടും കേട്ടോ. എനിക്കറിയില്ല, എത്ര കാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം. 45 മീറ്റർ വീതിയിൽ റോഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാ സ്ഥലത്തും അതുപോലെ വരണ്ടേ? പക്ഷെ പല സ്ഥലത്തും പല കോലട്ടാ. പിന്നും കുഴപ്പമില്ലാത്ത തൃശ്ശൂർ റീച്ച് ആവുന്നുണ്ട്. മലപ്പുറം റീച്ചിലൊക്കെയാണ് കൂടുതൽ അങ്ങനെ കണ്ടിരിക്കുന്നത്. മന്നിലാവുന്ന കേട്ടാ, മന്നിലാവുന്ന കഴിഞ്ഞു. ഇവിടൊക്കെ ലൈറ്റിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു 99% ചാവക്കാട് വരെ ലൈറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കിട്ടാം. അവിടെ ഇവിടെ ഒക്കെ ചെറുങ്ങനെ വിട്ടിട്ടുള്ളൂ. അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞ് എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വീഡിയോസൊന്നും ഈ ഭാഗത്ത് കാണിക്കാനില്ല. അത്രമാത്രം വ്യത്യാസങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ പമ്പാട്ടാ, മന്നിലാവുന്നതാണ്. ഇത് ചിലവർ കണ്ടിട്ടുണ്ടാകും, കുറച്ചായി. പുതിയ 5-6 മാസം മേലെ അതിൻ്റെ തോന്നുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു, ഇങ്ങനെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഓർക്കൂട്ടാനേ എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്നൊക്കെ. ഒരു 2 വർഷമൊക്കെ ഗൾഫിൽ നിന്ന് മാറുന്നവർക്ക് അതിൻ്റെ വ്യത്യാസം എത്രമാത്രം ഉണ്ടാവുമെന്ന് മനസ്സിലാവും. സ്വന്തം വീട്ടിലേക്ക് പോലും വൈനിച്ചല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് വന്നതിൻ്റെ ശേഷം. 2 വർഷം വരാത്തൊരു 1 വർഷമൊക്കെ വന്നവർക്ക് ഒരു ടച്ച് മനസ്സിലാവും. എന്നാലും ഇപ്പോൾ നല്ല വ്യത്യാസമാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ ഭാഗത്തൊക്കെ വർക്ക് ഇങ്ങനെ ടാറിങ് അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നത്.
ഈ കൊല്ലം ഞാൻ ടാറിങ് ഫിനിഷ് വർക്കിങ് മാറ്റങ്ങളൊക്കെ ഈ ഇതിലാട്ടോ നല്ല വ്യത്യാസം ഉണ്ടായി. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോസൊക്കെ കണ്ടറിയാം. ഒരുപാട് മാറ്റം വന്നു ഈ ഒറ്റ മഴക്കാലം മുന്നേ ആയിട്ട്. ഞാൻ അടുത്തതിൽ എന്താ ശിവാലയുടെ വർക്ക് അവസാനിക്കും കേട്ടോ. അടുത്ത സീസണിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് 2027 എല്ലാ വർക്കും കഴിയും. ഞാൻ ഇവിടെ വാടാനപ്പള്ളി ബൈപ്പാസിലാണ് പൊളിച്ചിട്ട് പാലം പണിയണത്. അതൊരു വർഷത്തെ വർക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കണം. ആ ഒരു വർഷം അത് കഴിയുന്നതോട് കൂടിയിട്ട് എല്ലായിടത്തും കഴിയും. പിന്നെ ചാവക്കാട് കുറച്ച് ബാക്കിയുണ്ട്. ചാവക്കാട് കുറച്ചല്ല കേട്ടോ, കുറച്ചധികം ബാക്കിയുണ്ട്. പക്ഷെ നല്ല വ്യത്യാസം കിട്ടാം. മണത്തല അവിടെയൊക്കെ അണ്ടർപാസിൻ്റെ മണത്തല കഴിഞ്ഞിട്ട് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇപ്പോൾ ഒരു കാഴ്ച കാണട്ടെ, എങ്ങനെ അപകടം വിളിച്ചു വരുത്തുക എന്നുള്ളൊരു സൂചനയാണ്. ഇപ്പോൾ ഒരു റെഡ് കാറ് ഇപ്പോൾ അങ്ങോട്ട് ഒറ്റയടിക്ക് എടുക്കണുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് കണ്ട വീഡിയോസിൽ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ കൂടെ ഒറ്റ തിരിക്കലാണ്ടാ, ഒറ്റ പോക്കാം. റോങ് ആയിട്ടുള്ള പോക്കാണ് പോയത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അപകടം വരുന്നത്. ചെറിയൊരു എളുപ്പപ്പണി നോക്കുകയാണ് വലിയ അപകടത്തേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും ആരും ചെയ്യാണ്ടിരിക്കുക. ആരാണ് ആ പോയതെന്നൊന്നും എനിക്കറിയില്ല. വീഡിയോസിൽ പെട്ടതാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. ഇവിടെ കുറേ ആന മൃഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 5-ാം തീയതി എടുത്ത വീഡിയോസ് കേട്ടോ. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. അതിൻ്റെ തലേ ദിവസം 4-ാം തീയതി നല്ല മഴ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ മഴ ആയിരുന്നു. മഴ കുറഞ്ഞ സമയത്താണ് ഞാൻ വീഡിയോസ് എടുത്തത്. എന്നിട്ടും വെള്ളം കാണാനില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയണത്. ഇനി വെള്ളം വരുമോയെന്നും അതും പറയാൻ പറ്റില്ല കേട്ടോ. ഇനി നല്ല നിൽക്കാതെ മഴ പെയ്യുകയാണെങ്കിൽ റോട്ടിലൊക്കെ വെള്ളമാവുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി പറയാൻ ഏത് വെള്ളം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ നല്ല മഴ തന്നെ വീഡിയോസ് എടുത്ത് ഇപ്പോൾ എവിടെ നോക്കിയാലും വെള്ളമില്ല, ക്ലിയറായി കിടക്കുന്നുണ്ട്. നമ്മളെ റഹ്മത്താൾ വട്ടായി കണ്ടുകൊണ്ടിരിക്കണത്. ഇവിടെ കുറേ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ പോയി. അവരപ്പുറത്താണ് പാർക്കിങ്ങൊക്കെ കാണുന്നിട്ടാണ്. ആദ്യം റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു അവർക്ക് പാർക്ക് ചെയ്യാൻ. ഇപ്പം അതൊന്നും ഇല്ലാണ്ടായി. അടുത്ത സ്ഥലം പറഞ്ഞ ഒറ്റേനാണ് കേട്ടോ, ഒറ്റേനി. അപ്പം ഇനി ഇടക്കയ്യൂർ വരെ കാണിക്കാം. എന്നിട്ട് തന്നെ ഒരു ഏകദേശം 11 മിനിറ്റ് ഉണ്ട് കേട്ടോ. ബാക്കി ഞാൻ അടുത്ത വീഡിയോസിലിടാം. എല്ലാം വീഡിയോസ് ഇങ്ങനെ വരുമ്പോൾ ബോറടിക്കുള്ളൂ ഓവർ സമയമാകുമ്പോൾ. ഞാൻ ഇപ്പോൾ റോഡ് മെയിനായിട്ട് വെള്ളം കെട്ടുണ്ടാന്ന് നോക്കാൻ എനിക്കൊരു കൗതുകമുണ്ട്. വെള്ളം കെട്ടുണ്ടാന്ന് നോക്കാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പഴയ പോലെ ഒരു വീഡിയോ എടുക്കാൻ താല്പര്യക്കുറവുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഒക്കെ പണികൾ കഴിഞ്ഞതല്ലേ.
എടക്കയ്യൂർ എത്തിയിട്ടാ. എടക്കയ്യൂർ അണ്ടർപാസ് തുടങ്ങുകയാണ്. ഇവിടെയൊക്കെ സ്കൂള് ഹോസ്പിറ്റലൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ആൾക്കാരാട്ടാ. ഫുള്ള് റോഡ് മുറിഞ്ഞ് കിടക്കുന്ന സമയം, സ്കൂൾ വിടുന്ന സമയത്തൊക്കെ കാണാം എത്ര പിള്ളേരാണ് റോഡ് മുറിഞ്ഞ് കിടക്കുന്നത്. എത്ര പെട്ടെന്ന് പാലം നടപ്പാതെ അവിടെ വരാൻ പാസ്സായിട്ട് എന്നൊക്കെ പറയണ്ട, പെട്ടെന്ന് വരട്ടെ അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാവും. അത്രയധികം പിള്ളേരാണ് സ്കൂൾ വിട്ടിട്ട് ഇവിടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്.